സോ ഹലോ ഗൈസ്, ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ വേണ്ടോ എന്ന് വിചാരിച്ച് കുറേ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷേ ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ റീൽ നിങ്ങൾ കുറേ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഷസാം ഇട്ടിട്ടുണ്ട്. അതേപോലെ 24 ന്യൂസിൻ്റെ ഇൻസ്റ്റാഗ്രാം റീലിലും ഇത് അവൈലബിൾ ആണ്. ഇനി ഇത് രണ്ടും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെറുതായിട്ട് ഞാൻ ബ്രീഫായിട്ട് പറയാം. ഈ കസ്റ്റമർ iPhone 13 മേടിക്കുന്നു. ഒരു 3-4 മാസം കഴിയുമ്പോൾ തന്നെ ബാറ്ററി ഇഷ്യൂസൊക്കെ ഫോൺ കാണിക്കാൻ തുടങ്ങി. ബാറ്ററി സ്വോളനായി. ഡിസ്പ്ലേ ഈ പറഞ്ഞ ഐഫോണിൻ്റെ പാനലിൽ നിന്ന് ബൾജായിട്ട് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ അവർ നേരെ ആപ്പിളിൻ്റെ ഓത്തറൈസ്ഡ് സെൻറ്റർ കേരളത്തിലുള്ള iCareൽ അവർ പോയി കാണിക്കുന്നു. അവർ പറയുന്നു 50,906 രൂപ ആവുമെന്ന് പറയുന്നു. അപ്പോൾ അവർ അവിടെ നിന്ന് വന്ന് ഒരു കൺസ്യൂമർ കോർട്ടിൽ അവർ കേസ് ഫയൽ ചെയ്യുന്നു. അങ്ങനെ 1.5 വർഷത്തിന് ശേഷം കസ്റ്റമർക്ക് ഫേവറായിട്ട് വിധി വരികയാണ്. ഇത് 50,000 രൂപീസ് പ്ലസ് ഐഫോൺ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് ഈ കസ്റ്റമർക്ക് കൊടുത്തു എന്നാണ് ആ റീലുള്ളത്. ഓക്കെ, പക്ഷേ ആ റീലിൽ 2-3 ക്ലാരിറ്റി ഇല്ലാത്ത സംഭവമുണ്ട്. അതിൽ ഒന്നാമത്, ത്രൂ ഔട്ട് ആ വീഡിയോയിൽ കാണിക്കുന്ന ഐഫോൺ ഈസ് iPhone 16, iPhone 13 അല്ല. 13 കുറിച്ച് പറഞ്ഞിട്ട് അതിൽ കാണിക്കുന്ന iPhone 16 വീഡിയോ ആണ്. സോ അതെന്താണ് എന്ന സംഭവം എനിക്ക് നേരെ മനസ്സിലായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോടതി വിധി വന്നപ്പോൾ അവർക്ക് 50,000 പ്ലസ് ലേറ്റസ്റ്റ് ഐഫോൺ ആയിരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. ഈ റീല് ക്ലിയർ ആയിട്ട് അവർ ഒരു ബോക്സിൽ നിന്ന് ഈ പുതിയ ഐഫോൺ അൺബോക്സ് ചെയ്യുന്നു. നമ്മൾ പുതിയ ഐഫോൺ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ആ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന അതേ സംഭവമാണ് ഇതിൽ കാണിക്കുന്നത്. സോ ചിലപ്പോൾ അവർക്ക് പുതിയ ലേറ്റസ്റ്റ് ഐഫോൺ ആയിരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. സോ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അടിപൊളി സംഭവം. അടുത്ത മനസ്സിലാവാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർവീസ് സെൻറ്ററിൽ അവർ പറഞ്ഞ ചാർജ് 50,906 രൂപീസ്, 50,000 സംതിങ് ആണ് ഈ റീലിൽ പറയുന്നത്. അപ്പോൾ അതെനിക്ക് അടുത്ത മനസ്സിലാവാത്ത കാര്യം അതാണ്. കാരണം ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ ആപ്പിളിൻ്റെ, അതായത് iPhone 13 ഒറിജിനൽ ബാറ്ററി റീപ്ലേസ് ചെയ്യണമെങ്കിൽ അറൗണ്ട് 9,000 രൂപീസേ ആവത്തുള്ളൂ. 10,000 പോലും ആവില്ല. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ പക്ഷേ ഈ iCareകാർ 50,000 രൂപ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാറ്ററി ഇങ്ങനെ ഇഷ്യൂ ആവുന്ന സമയത്ത് മേ ബി ഇൻറ്റേർണൽ കോമ്പണൻസിന് ഇങ്ങനെ ബാറ്ററി ഓവർ ഹീറ്റ് ആവുന്ന സമയത്ത് ചിലപ്പോൾ ഇൻറ്റേർണൽ കോമ്പണൻസിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടാവാം. മേ ബി അത് മദർ ബോർഡിലായിരിക്കാം, മേ ബി അതൊരു ക്യാമറയിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം, മേ ബി ഡിസ്പ്ലേയിൽ ഇഷ്യൂ ആയിരിക്കാം. സോ ദേ ക്യാൻ ബി എനി റീസൺ. സോ ആ സർവീസ് സെൻറ്ററുകാർ ഈ എല്ലാം പ്രോബ്ലംസിൻ്റെ സർവീസ് ചെയ്യണമെങ്കിൽ ഇത്ര എമൗണ്ട് ആവും എന്ന് പറഞ്ഞതായിരിക്കും ഈ 50,000 രൂപ. ഓക്കെ, ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ മാത്രം ഇത്ര എമൗണ്ട് ഒരിക്കലും ആവില്ല. സോ ദാറ്റ് ഈസ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. അതുകൊണ്ടായിരിക്കാം ഇത്രയും എമൗണ്ട് അവർ പറഞ്ഞിട്ടുണ്ടാവുക. ഇനി ഇതൊക്കെ പറയാൻ നീ ആരാടാ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് കമൻറ്റിൽ കുറേ പേര് വരുന്നുണ്ടാവും. ഞാൻ ആരുമല്ല. ഈ ഇങ്ങനത്തെ ഒരു റീല് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലുള്ളത് ഈ iPhone 13 ആണ്. സോ ഞാനും ഇതേ ഇഷ്യൂയിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് ഒരു 2-3 മാസം മുന്നേ. സോ എനിക്ക് ഈ ഐഫോണിൻ്റെ ബാറ്ററി ഫ്രീ ആയിട്ട് ആപ്പിൾ റീപ്ലേസ് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു റീല് ചെയ്യുന്നത് തന്നെ. എൻ്റെ ഫോൺ ഇതേപോലെ ഓവർ ഹീറ്റ് ആവാൻ തുടങ്ങി, ബൾജ് ചെയ്യാൻ തുടങ്ങി, അതായത് ഡിസ്പ്ലേ പുറത്ത് വരാൻ തുടങ്ങി. ബാറ്ററി ഹെൽത്ത് ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു 85 സംതിങ് എന്തോ ഉണ്ടായിരുന്നതാണ്. അത് ഒരു വീക്ക് അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഇറ്റ് കെയിം ഡൗൺ ടു 75, 73 സംതിങ് എന്തോ ആയി. ബാറ്ററി ബൾജ് ആവാൻ തുടങ്ങി. സോ ഞാൻ ഈശ്വര ഇത് ഇനി എന്ത് ചെയ്യും, ഇനി 9,000 രൂപ കൊടുക്കേണ്ടതെന്ന് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ അവരുടെ ഒറിജിനൽ എമൗണ്ട് ഈസ് 9,000 രൂപീസ്. ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ 9,000 രൂപീസ് ആവുമെന്ന് പറഞ്ഞു. ബാക്കി സ്ക്രീനിന് ഒരു പ്രശ്നമില്ല, ഫോൺ ഹാങ് ആവുന്നില്ല, ബാക്കി ഒരു പ്രോബ്ലം ഈ ഫോൺ കാണിച്ചില്ല. അപ്പോൾ അങ്ങനെ ഞാനിത് എന്താ ഇനിയിപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു വീഡിയോ ഞാൻ കാണുന്നത്. ഒരു ഹിന്ദിക്കാരൻ്റെ ഒരു വീഡിയോ ആണ്. അതിൽ പറയുന്ന സെയിം ഇഷ്യൂ, ഞാൻ ഫേസ് ചെയ്ത സെയിം ഇഷ്യൂ തന്നെയാണ്. ഇതേപോലെ സോളൻ ബാറ്ററി അത് ബൾജായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു. അതിലവർ പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ ആയിട്ട് ആപ്പിൾ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കൊടുത്തു എന്നാണ്. ഞാൻ പെട്ടെന്ന് പോയി ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തു ആപ്പിൾ ഫ്രീ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇത് ആപ്പിൾ ഇത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്ന സംഭവമാണ്. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാംസ് ആപ്പിളിൻ്റെ അവൈലബിൾ ആണ്. അതായത് ആപ്പിൾ സ്വയം റെക്കഗ്നൈസ് ചെയ്ത്, അതായത് ആപ്പിൾ തന്നെ ഞങ്ങളുടെ ഇഷ്യൂ കാരണം സംഭവിച്ച ഒരു പ്രോബ്ലമാണ്, അത് ഞങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്പർ ഓഫ് പ്രോഗ്രാം ലിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ എയർപോഡ്സിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ ഐപാഡിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ മാക് മിനിയുടെ ആയിരിക്കാം.
ഇപ്പോൾ ലേറ്റസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഐഫോൺ 14 എന്തോ ഒരു ഇഷ്യൂ ആണ് അവർ മെയിൻലി കാണിക്കുന്നത്. അപ്പോൾ ഐഫോൺ 13 കുറിച്ച് ഒരു സംഭവമില്ല, അതായത് അല്ലെങ്കിൽ ബാറ്ററി സോളൻ ആയിട്ടുള്ള ഒരു കേസൊന്നും അവർ പറയുന്നില്ല ആ ഒരു സൈറ്റിൽ, ആപ്പിളിൻ്റെ സൈറ്റിൽ. പക്ഷേ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഭാഗ്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഉള്ളത് ചണ്ഡീഗഡിലാണ്. അപ്പോൾ ചണ്ഡീഗഡിൽ ആപ്പിൾ ഓത്തറൈസ്ഡ് സർവീസ് സെൻ്റർ ആയിട്ടുള്ള യൂണിക്കോൺ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യുന്നു, ഞങ്ങനെ ഫോൺ വിളിച്ച് പറഞ്ഞു അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഇഷ്യൂസ് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ എനിക്കിത് ഫ്രീ ആയിട്ട് ആപ്പിളിൻ്റെ ഫ്രീ പ്രോഗ്രാം, ബാറ്ററി റീപ്ലേസ് ചെയ്തതിൻ്റെ ഫ്രീ ആയിട്ടുള്ള പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ പ്രോഗ്രാം വഴി എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് തരണമെന്ന് ഞാൻ ഡിമാൻഡ് ചെയ്തു. ഞാൻ അറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്ന രീതിയിൽ ഞാൻ അവരോട് ഡിമാൻഡ് ചെയ്യുന്ന പോലെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഇത് നേരിട്ട് നിങ്ങൾ ഫോണിൽ കൊണ്ടുവരൂ, ഞങ്ങളത് നോക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ അവരുടെ അങ്ങോട്ട് പോകുന്നു. അവരുടെ ഫോൺ ഞാൻ കൊടുക്കുന്നു. അവരെന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഓക്കെ, ഇത് ബാറ്ററി സോൾവൻ ഇഷ്യൂ ആണ്, ഇത് ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ പറ്റും. പക്ഷേ ഫോണ് ബാംഗ്ലൂരിലായിരിക്കും ഞങ്ങൾ ഷിപ്പ് ചെയ്യുക, ഇവിടെ ഇത് സർവീസ് ചെയ്യാൻ പറ്റില്ല, ബാംഗ്ലൂരിലായിരിക്കും ഇത് സർവീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാറ്റി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോൺ അവിടെ കൊടുത്തതിൻ്റെ ഒരു 15 days എടുത്തു എനിക്ക് ഫോൺ എൻ്റെ കയ്യിൽ കിട്ടാനായിട്ട്. അവർ ബാംഗ്ലൂരിൽ കൊടുത്തു, സർവീസ് ചെയ്തിട്ട് തിരിച്ച് വന്നു. അപ്പോൾ എനിക്കിങ്ങനെ കോൾ വന്നിരുന്നു, നിങ്ങളുടെ ഫോൺ റെഡി ആയിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ നെക്സ്റ്റ് ഡേ സർവീസ് സെൻ്ററിലോട്ട് പോയി, ഞാൻ ഫോൺ കളക്ട് ചെയ്തു. അവർ ബാറ്ററി റീപ്ലേസ് ചെയ്ത് തന്നു. ₹1 പോലും എൻ്റെ കയ്യിൽ നിന്ന് അവർ മേടിച്ചില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഹാപ്പി ആയിട്ട് ഞാൻ വീട്ടിലോട്ട് പോയിട്ട് എനിക്ക് വൈകുന്നേരം ഒരു മെയിൽ വന്നു യൂണിക്കോണിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ മെയിൽ ഞാൻ ഇങ്ങനെ വായിച്ചു, അത് ഇങ്ങനെ ഇന്ന ദിവസമാണ് നിങ്ങൾ ഈ കംപ്ലയിൻറ്റ്, അതായത് ഞാൻ ഫോൺ സബ്മിറ്റ് ചെയ്തത്, ഇന്ന ദിവസം അത് ഡെലിവറി ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെലിവറി നോട്ട് എന്ന ഒരു രീതിയിലാണ് ഒരു PDF വന്നത്. അപ്പോൾ അതിൽ ഡെലിവറി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അതായത് എന്തൊക്കെയാണ് ബാംഗ്ലൂരിൽ അവർ സർവീസ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് സംഭവം, ഒരു 3-4 ലൈനിൻ്റെ ഒരു ഡീറ്റെയിൽ സംഭവം. ഇതാണ് നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ ഇടാൻ, നിങ്ങളത് പോസ് ചെയ്ത് നിങ്ങളത് വായിച്ച് നോക്കുക. അതിൽ പറയുന്നത് ആക്ഷൻ ടേക്കൺ ഇഷ്യൂ, ബാറ്ററി ഇഷ്യൂ ആൻഡ് ഓട്ടോ റീസ്റ്റാർട്ട്, സ്റ്റെപ്പ് ടു റീപ്രൊഡ്യൂസ്, യൂണിറ്റ് ചെക്ക്ഡ് ആൻഡ് ഫൗണ്ട് ദ ഡിസ്പ്ലേ സെപ്പറേറ്റഡ് ഫ്രം ദ എൻക്ലോഷർ ഡ്യൂ ടു എ swollen battery. Okay, so as per the GSX coverage, device is eligible for the battery swollen program. Okay, പിന്നെ 2-3 ലൈൻ താഴെ നോക്കുകയാണെങ്കിൽ ഡിവൈസ് പ്രോസസ്ഡ് ടു ദ റിപ്പയർ സെൻറ്റർ ഫോർ ഫർദർ പ്രോസസ് അണ്ടർ ദ ക്വാളിറ്റി പ്രോഗ്രാം. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ബാറ്ററി സോളൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ആപ്പിൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ എവിടെയും ഇതുവർ പറയുന്നില്ല. സോ നിങ്ങളുടെ കയ്യിൽ ഒരു മോഡൽ, ഇപ്പോൾ ഐഫോൺ 13 ആവണമെന്നില്ല, ഇപ്പോൾ ഐഫോൺ 14 ഏതെങ്കിലും ഒരു ഫോൺ ഇതേപോലെ ബാറ്ററി സോളൻ ആയിട്ട് ഇരിക്കുന്ന കണ്ടീഷനിലാണെങ്കിൽ അത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഇത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഫോൺ തന്നെ യൂസ് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ മേ ബി ഈ ഓവർ ഹീറ്റിംഗ് കാരണം ബാക്കി ഇൻറ്റർണൽ കോമ്പണൻസിന് എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ അവർ ഈ പറഞ്ഞ ഫ്രീ പ്രോഗ്രാമിൽ അവർ ഇൻക്ലൂഡ് ചെയ്യില്ല. നേരത്തെ ആ ചേച്ചിക്ക് സംഭവിച്ച പോലെ അവർ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണമെന്നില്ല. സോ ബെറ്റർ വാട്ട് യു ഷുഡ് ഡു ഈസ്, ആദ്യം തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും സോളൻ കേസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ബാറ്ററി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അടുത്തുള്ള ആപ്പിൾ സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ട് ഇതാണ് ഇഷ്യൂ, ബാറ്ററി സോളൻ പ്രോഗ്രാം അണ്ടറിൽ എനിക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്ത് തരണമെന്ന് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുക. അപ്പോൾ മേക്ക് യൂസ് ഓഫ് ദാറ്റ്. നിങ്ങളുടെ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് വെച്ച് ബാക്കി ഇൻറ്റേർണൽ കോമ്പണൻസിന് ഒരു പ്രോബ്ലം വരുത്താണ്ട് ഇപ്പം തന്നെ നിങ്ങളുടെ അടുത്തുള്ള ആപ്പിൾ ഓത്തറൈസ് സെൻറ്ററിൽ പോയിട്ട് ഇത് നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾ ഇത് റീപ്ലേസ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഇഫ് യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് ക്വാളിറ്റി ടൈപ്പ് ഓഫ് ബാക്ക് കവേഴ്സ് ഓർ ക്വാളിറ്റി ടൈപ്പ് ഓഫ് സ്ക്രീൻ ഗാർഡ്, അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫോൺ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക. കാരണം നാളെ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആപ്പിൾ ഈ പറഞ്ഞ പോലെ ഈ ഡെൻറ്റുണ്ട് അവിടെ വീണിട്ട് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ലോജിക്ക് ഇല്ലാണ്ട് അവർ നിങ്ങളുടെ വാറണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിമാൻഡ് അവർ നിഷേധിക്കാൻ സാധ്യതയുണ്ട്. സോ അത് അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീൽ ചെയ്യുന്നത് തന്നെ. So I hope this was informative and it was helpful for maybe some group of people. So അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.